2030 സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഏറ്റവും വലിയ ദീർഘവീക്ഷണത്തോടു കൂടി അവിടുത്തെ ഭരണാധികാരികൾ അവരുടെ നാടിന് വേണ്ടിയും അതേപോലെ തന്നെ ലോകത്തിന് വേണ്ടിയും സൗദി അറേബ്യ എങ്ങനെ നെറുകയിലെത്തിക്കാമെന്നുള്ള ഒരു ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ അടുത്ത 10 വർഷം എല്ലാവരും ഉറ്റുനോക്കുന്നു സൗദി അറേബ്യയെ. നമുക്കറിയാം വേൾഡ് എക്സ്പോ, അതേപോലെ തന്നെ വേൾഡ് കപ്പ് ഫുട്ബോൾ ലോകം വീണ്ടും ഉറ്റുനോക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ നമുക്കറിയാം ഒരുപാട് പ്രവാസികളാണ് അവിടെയുള്ളത്, ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അവിടുത്തെ ബിസിനസ്സുകാരോട് എനിക്കൊരു വാക്ക് പറയാനുള്ളത്, നമ്മൾ ഇനിയുള്ള ബിസിനസ് പഠിച്ച് ചെയ്യണം. ഓരോ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് അവിടുത്തെ നിയമങ്ങളും അതേപോലെ തന്നെ എല്ലാം ഒരു ട്രാക്കിൽ പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഏത് ബിസിനസ്സും വിജയിക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരു സുഹൃത്തിനെ വിളിക്കുകയുണ്ടായി. എനിക്ക് നല്ല സെയിലുണ്ട് ഇബ്രാഹിം, ഒരുപാട് സെയിലുണ്ട്, പക്ഷേ പ്രോഫിറ്റ് കാണുന്നില്ല. ടേൺ ഓവർ ഒരുപാട് വരുന്നുണ്ട്, എങ്ങനെയാണ് ഇത് എക്സ്പെൻഡിലേക്ക് പോകുന്നത്? ബാങ്കിലും അല്ലെങ്കിൽ പ്രോഫിറ്റിനകത്തും കാശ് കാണുന്നില്ല. സാധാരണ നമുക്കറിയാം ഒരു സെയിൽ നടക്കണമെങ്കിൽ അവിടെ മാർക്കറ്റിംഗ് സ്ട്രോങ് ആവണം. അവൻ്റെ മാർക്കറ്റിംഗ് സ്ട്രോങ് ആയിരുന്നു, പക്ഷേ പ്രോഫിറ്റ് നമുക്ക് വേണം. പ്രോഫിറ്റ് ഈസ് ദ കിങ്, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ടേൺ ഓവറോ അല്ലെങ്കിൽ സെയിലോ ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് മാർജിൻ വേണം. പണ്ടത്തെ കാലത്ത് വാങ്ങിയ വിലയും വിറ്റ വിലയും നോക്കിയിട്ട് കിട്ടുന്നതല്ല ഇന്ന് വേണ്ടത്. ഇന്ന് നമുക്ക് വേണ്ടത് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് കിട്ടുന്നതിനുള്ള എന്തൊക്കെയാണോ സിസ്റ്റം അത് നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരണം. നമ്മുടെ സ്റ്റാഫിൻ്റെ നൈസ് അനാലിസിസ് നമ്മൾ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഭാഗമാക്കി തീർത്ത് ആ ബിസിനസ്സിനെ നമുക്ക് മാറ്റണം. അതിന് ചില സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റാഫിന് സാലറിയോ അതല്ലെങ്കിൽ അവരുടെ എന്തും അവർക്ക് കൊടുത്തു അവരുടെ ചില ഇൻപുട്ട് നമുക്ക് കൊടുക്കണം, അപ്ഡേറ്റ് നമുക്ക് കൊടുക്കണം. അവിടെ നമ്മുടെ അപ്ഡേറ്റ് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യനായ ആളെന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഓണറാണ്. ആ ഓണർക്ക് ഇത് കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതിന് ചില സമയങ്ങളിൽ നമുക്ക് അവർക്ക് ചില ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടി വരും, സ്റ്റാഫിന് ചില അപ്ഡേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ അടുത്ത മറ്റൊരു ദൗത്യമാണ്, ഒരാൾ അങ്ങനെ കോമൺ ആയിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഇതുവരെയുള്ള ബിസിനസ്സിൻ്റെ ആ വളർച്ചയിലും അതോടൊപ്പം തന്നെ അതിൽ പഠിച്ചെടുത്ത എക്സ്പീരിയൻസും അത് വിജയിക്കാനുള്ള ആവശ്യമായ കാര്യങ്ങളും അത് ഓരോ കമ്പനിയിലെയും അവരുടെ ബിസിനസ് ഓണേഴ്സിനെയും അവിടുത്തെ സ്റ്റാഫിനെയും ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ലളിതമായി സിസ്റ്റം അതേപോലെ തന്നെ ആ ഒരു ട്രാക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും ആദ്യപടി മുതൽ അവസാനം വരെ എത്തിച്ച് പ്രോഫിറ്റിലേക്ക് എത്താനും അതേപോലെ തന്നെ നല്ലൊരു കൾച്ചർ ആ കമ്പനിയിൽ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ അവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനും ആ സ്ഥാപനം ഒരു എക്സ്പാൻഷനാക്കി മാറ്റാനും കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് കുതിക്കാനുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റാഫ് ട്രെയിനിങ്ങും സ്കൈ ടോക്ക് ചെയ്യുന്നുണ്ട്. അതിനും ഈ വിനീതനായ ഈ സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുകൂടി അപേക്ഷിക്കണം.